ഇന്ന് നമ്മൾ പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. യൂണിറ്റ് 9 ഇറ്റ് ഈസ് ടൈം. എന്താണ്? നേരമായി എന്നാണ് അല്ലേ. ഈ യൂണിറ്റിൽ സമയത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഡയറിയാണ്. അത് മിയയുടെ ഡയറിയാണ് കേട്ടോ. ജാനുവരി 1 വെനസ്ഡേ. ജാനുവരി 1 മിയ എഴുതിയ ഡയറിയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഡയറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഓരോരോ ദിവസവും ഉണ്ടായ കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ നമ്മൾ കുറിച്ചു വെക്കുന്നതാണ് അല്ലേ ഡയറി. മിയയുടെ ഡയറി ജാനുവരി 1 ഉണ്ടായ കാര്യങ്ങൾ മിയ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മൈ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എന്താ? മിയ ദാ കടന്നുറങ്ങണു, അമ്മ വന്ന് വിളിച്ചുണർത്തുന്നു അല്ലേ. ഇവിടെ 6 o'clock ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ അവിടെ മിയ എഴുതിയിരിക്കുന്നത്? മോം വോക്ക് മീ അപ്പ് ഇൻ ദ മോർണിംഗ്. രാവിലെ അമ്മ എന്നെ വിളിച്ചുണർത്തി എന്നാണ് അല്ലേ. മോർണിംഗില് അമ്മ വിളിച്ചുണർത്തി. ദെൻ എന്താ മിയ ചെയ്യുന്നത്? ബ്രഷ് ചെയ്യാണ് അല്ലേ. ബ്രഷ് മൈ ടീത്ത്. എന്താണ്? പല്ലുകൾ തേച്ചു. ദെൻ എന്താ ചെയ്യുന്നത്? കുളിക്കാണ്, ബാത്ത് ചെയ്യാണ് അല്ലേ. ബാത്ത് ടുക്ക് മോർ ടൈം. എന്താ പറയുന്നത്? കുളിക്കാൻ കുറേ സമയം എടുത്തു എന്ന് പറയുകയാണ് അല്ലേ. മിയ കുറേ നേരം എടുത്തിരിക്കണു അല്ലേ കുളിക്കാൻ. എന്തുകൊണ്ടായിരിക്കും? കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാവും കുളിച്ചിട്ട് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അല്ലേ. നിങ്ങൾ അങ്ങനെയല്ലേ? കുളിക്കാൻ കുറേ സമയം എടുക്കുമോ? നിങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചിട്ടൊക്കെ അല്ലേ മെല്ലെ പതുക്കല്ലേ വരുള്ളൂ. ഇനി നോക്കൂ എന്താ ഇവിടെ ചെയ്യുന്നത്? മിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അല്ലേ. ഇവിടെ ക്ലോക്കിൽ ടൈം കാണിച്ചിരിക്കുന്നത് 8 o'clock ആണ് കേട്ടോ. എന്താ എഴുതിയിരിക്കുന്നത്? ഡാഡ് ഗേവ് മീ ദോസ ആൻഡ് ചട്നി. എന്താണ്? അച്ഛൻ എനിക്ക് ദോശയും ചട്നിയും തന്നു എന്നാണ് അല്ലേ. കണ്ടോ, ആരാ സെർവ് ചെയ്യണ? അച്ഛനാണല്ലേ. അടുത്തത് നോക്കൂ, പിക്ചർ നോക്കൂ. ഇവിടെ മിയ സ്കൂളിലോട്ട് പോവുകയാണ് അല്ലേ. സിൻസ് ഐ ടുക്ക് ദ സ്കൂൾ വാൻ ഐ റീച്ച് സ്കൂൾ ക്വിക്ക്ലി. സ്കൂൾ വാനിൽ പോയത് കാരണം എനിക്ക് സ്കൂളിലേക്ക് വേഗം എത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തുക കേട്ടോ. ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ക്ലാസ് റൂമിലാണല്ലേ മിയ വിത്ത് രേണുക ടീച്ചർ അണ്ടിൽ നൂൺ. ഉച്ച വരെ. നൂൺ എന്ന് പറഞ്ഞാൽ ഉച്ച കേട്ടോ. ഉച്ചവരെയും രേണുക ടീച്ചർക്കൊപ്പം. കണ്ടോ ഇവിടെ എന്താ? ഭക്ഷണം കഴിക്കുകയാണ് അല്ലെ. ഉച്ച ഭക്ഷണം കഴിക്കുകയാണ്. അതിന് പറയുക ലഞ്ച് എന്നാണ് കേട്ടോ. രാവിലത്തെ ഭക്ഷണത്തിന് നമ്മൾ എന്താ പറഞ്ഞ? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. ഉച്ചത്തെ ഭക്ഷണത്തിന് ലഞ്ച് എന്നാണ് പറയുക. ഫോർ ലഞ്ച് ഐ ഗോട്ട് മൈ ഫേവറേറ്റ് കറി. ഇറ്റ് വാസ് ടേസ്റ്റി. ഉച്ചഭക്ഷണത്തിന് എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട കറി കിട്ടി. അത് വളരെ രുചിയായിരുന്നു എന്ന് പറയുകയാണ് അല്ലേ. ഡ്യൂറിങ് ദ ആഫ്റ്റർനൂൺ ഐ ഡ്രൂ പിക്ചേഴ്സ് ഇൻ ദ മാത്സ് നോട്ട്ബുക്ക്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ മാത്സ് നോട്ട്ബുക്കിൽ കുറേ പിക്ചേഴ്സ് വരച്ചു എന്ന് പറയുകയാണ് കേട്ടോ. ഇൻ ദ ഈവനിങ് ഐ പ്ലേഡ് ക്രിക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. വൈകുന്നേരം ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ മിയ. ദെൻ അടുത്തത് നോക്കൂ. അറ്റ് നൈറ്റ് വി ഹാഡ് ചപ്പാത്തി. എന്താണ്? രാത്രിയിൽ. അപ്പോൾ ടൈം കണ്ടോ? 7 o'clock ആണ് കേട്ടോ. രാത്രി ആയിരിക്കണു. രാത്രിയിൽ എന്താണ്? അറ്റ് നൈറ്റ് വി ഹാഡ് ചപ്പാത്തി. രാത്രിയിൽ ചപ്പാത്തിയാണ് കഴിച്ചത്. നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി. മോം ടോൾഡ് സ്വീറ്റി ഇറ്റ് ഈസ് 9 o'clock ഗോ ടു സ്ലീപ്പ്. എന്താണ്? അമ്മ പറയാണ് 9 o'clock ആയി, പോയി ഉറങ്ങൂ എന്ന് പറയുകയാണ് അല്ലേ. കണ്ടോ അവിടെ ക്ലോക്കിൽ 9 o'clock ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ മിയ ഡയറി ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? മോർണിംഗിൽ ഉണ്ടായ കാര്യങ്ങൾ, ദെൻ ആഫ്റ്റർനൂണിൽ, ഈവനിങ്ങിൽ, നൈറ്റിൽ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെയാണ്. രാവിലെ കഴിക്കുന്ന നമ്മൾ ഭക്ഷണത്തിന് പറയുക ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് കേട്ടോ. പ്രാതൽ എന്ന് പറയില്ലേ, അതിന് ഇംഗ്ലീഷിൽ പറയുക ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ഉച്ച എന്ന് പറഞ്ഞാൽ 12 o'clock ആണ്. അതിന് പറയുക നൂൺ എന്നാണ്. 12 o'clockന് ശേഷം ഉച്ച തിരിഞ്ഞ് എന്നുള്ളതിന് നമ്മൾ പറയുക ആഫ്റ്റർനൂൺ എന്നാണ്. വൈകുന്നേരമില്ലേ, അതിന് പറയുക ഈവനിങ് എന്നാണ്. ദെൻ രാത്രി എന്നുള്ളതിനെ നമ്മൾ പറയുക നൈറ്റ് എന്നാണ്. ഇനി ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ പറയുക ലഞ്ച് എന്നാണ്. രാവിലെ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഉച്ചയ്ക്ക് കഴിക്കുന്നത് ലഞ്ചാണ്. ദെൻ രാത്രി കഴിക്കുന്ന ഭക്ഷണം എന്താണ്? ഡിന്നർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് മോർണിംഗിൽ ഉണ്ടായ കാര്യങ്ങൾ, പിന്നെ ആഫ്റ്റർനൂണിൽ, ദെൻ ഈവനിങ്ങിൽ, ദെൻ നൈറ്റിൽ, അതൊക്കെ പാടെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഡയറി എഴുതാനായിട്ട് കേട്ടോ. ഇനി നോക്കൂ, ഡയറി വിത്ത് പിക്ചേഴ്സ് ആണ്. അതായത് പിക്ചേഴ്സും കൂടി കാണിച്ചിട്ട് ഡയറി എഴുതുക. വാട്ട് ഓൾ തിങ്സ് ഡിഡ് മിയ സീ? ടു വാട്ട് ഓൾ പ്ലേസസ് ഡിഡ് ഷീ ഗോ? വാട്ട് ഓൾ തിങ്സ് ഡിഡ് ഷീ ഡു? എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? നമ്മളിത് കംപ്ലീറ്റ് ചെയ്യണം. ഈ ഡയറി നമ്മൾ പിക്ചറിൽ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് മിയ കണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മിയ പോയത്, എന്തൊക്കെ കാര്യങ്ങളാണ് മിയ ചെയ്തത്, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഡയറി എഴുതാനായിട്ട്. പിക്ചർ നോക്കിയിട്ട് അതിന് നേരെ എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ എന്താ കാണിച്ചിരിക്കുന്നത്? രാവിലെ ആയിരിക്കുന്നു. എന്താ മിയ ചെയ്തിരിക്കുന്നത്? ഗാർഡനിലോട്ട് പോയിരിക്കുന്നു അല്ലേ. അപ്പൊ ഇൻ ദ മോർണിംഗ് മിയ വെന്റ് ടു ദ ഗാർഡൻ ആൻഡ് ഹെൽപ്ഡ് ഹെർ പാരന്റ്സ്. അവിടെ കണ്ട അമ്മയും അച്ഛനും ഗാർഡനിങ് ചെയ്യാണ് അല്ലേ. എന്താണ്? അമ്മ പ്ലാന്റ്സ് വാട്ടർ ചെയ്യണു. അച്ഛൻ കണ്ടോ ന്യൂ പ്ലാന്റ്സ് പ്ലാൻ ചെയ്യണു. എല്ലാവരും കൂടി ചേർന്ന് കണ്ടോ ഇലക്കെട്ട് സദ്യയാണ് കഴിക്കുന്നത്. അപ്പൊ എന്താണ്? അറ്റ് നൂൺ ആണ് അല്ലേ. അറ്റ് നൂൺ ഷീ ഹാഡ് എ ഫീസ്റ്റ് ഔട്ട്സൈഡ്.
ഉച്ചയ്ക്ക് എന്താണ് ഒരു സദ്യ, പുറത്തുനിന്ന് സദ്യ കഴിച്ചു എന്ന് എഴുതാം. ഇനി നോക്കൂ, ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് എന്താ, പാർക്കിലോട്ട് പോയിരിക്കുന്നു അല്ലേ. ഇത് പാർക്കല്ലേ പിക്ചറിൽ, ഈവനിങ്ങിലാണ്. ഇൻ ദി ഈവനിങ് ഷീ വെന്റ് ടു ദ പാർക്ക് ആൻഡ് പ്ലേഡ് എന്ന് എഴുതുക. അടുത്തത് കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റേജ് പെർഫോമൻസ് കാണാൻ പോയിരിക്കുന്നു അല്ലേ. ലേറ്റർ ഷീ വെന്റ് ടു വാച്ച് എ സ്റ്റേജ് പെർഫോമൻസ്, ഇങ്ങനെ എഴുതുക കേട്ടോ. ഇനി അടുത്ത് തന്നിരിക്കുന്നത് മൈ ഡയറിയാണ്. ഇതുവരെ മിയയുടെ ഡയറി ആയിരുന്നു, ഇനി നമ്മളുടെ ഡയറി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഡയറിയാണേ. എന്താണ്, വേർ ഡിഡ് യു ഗോ ലാസ്റ്റ് സൺഡേ? കഴിഞ്ഞ സൺഡേയിൽ നിങ്ങൾ എങ്ങോട്ടാ പോയത്? വാട്ട് ഓൾ തിങ്സ് ഡിഡ് യു ഡു? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്? റൈറ്റ് എ ഡേയ്സ് ഡയറി ഡിസ്ക്രൈബിങ് ഓൾ ദീസ്. ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു ദിവസത്തെ ഡയറി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഡ്രോ പിക്ചേഴ്സ് ടു എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിക്ചേഴ്സ് ചെറുതായിട്ട് വരച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അവിടെ കണ്ടോ, ടുഡേ ഈസ് സൺഡേ, വാട്ട് ഷുഡ് ഐ റൈറ്റ് ഇൻ മൈ ഡയറി? എന്താണ്, ഇന്ന് സൺഡേ ആണ്, ഇന്ന് ഞാൻ എൻ്റെ ഡയറിയിൽ എന്ത് എഴുതും എന്നാ കൂടി ചിന്തിക്കുകയാണ്. കണ്ടോ, ഐ മസ്റ്റ് റൈറ്റ് ദ ടൈംസ് ടു ലൈക്ക് മോർണിംഗ്, നൂൺ, ഈവനിങ്, നൈറ്റ്. എന്താ പറയുന്നത്, ഞാൻ ടൈമും കൂടിയും എഴുതുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മൾ ടൈം എഴുതണം കേട്ടോ. മോർണിംഗിൽ ഉണ്ടായ കാര്യം മോർണിംഗ് ഇതൊക്കെയാണ് ഉണ്ടായത്. ദെൻ നൂണിൽ ഉണ്ടായത് എന്താണ്, ഈവനിങ്ങിൽ എന്താ ഉണ്ടായേ, നൈറ്റിൽ എന്താ ഉണ്ടായേ, അങ്ങനെ ടൈം എഴുതിയിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. ആ കുട്ടി അങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ടൈമും കൂടി എഴുതുമെന്ന് പറയുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് എന്താ എഴുതാം, ഫസ്റ്റ് മോർണിംഗിൽ എന്താ ചെയ്യുക, നമ്മൾ വോക്കപ്പ് അല്ലേ, നമ്മൾ എണീക്കൂല്ലേ. ഐ വോക്കപ്പ് അറ്റ് 6 o'clock, ഒരു ടൈം എഴുതുക കേട്ടോ, എത്ര മണിക്ക് എണീച്ചെന്നുള്ളത്. ബ്രഷ് മൈ ടീത്ത് ആൻഡ് ടുക്ക് എ ബാത്ത് എന്ന് എഴുതുക. എന്താണ്, പല്ല് തേച്ചു എന്നിട്ട് കുളിച്ചു എന്ന് എഴുതുക കേട്ടോ. ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മൈ ഫാമിലി. ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഫാമിലി ഒത്ത് കഴിച്ചു എന്ന് എഴുതുക. നൂണിൽ എന്തുണ്ടായി നമുക്ക് എഴുതാം, ഐ വെന്റ് ടു മൈ ഗ്രാൻഡ് പാരൻസ് ഹൗസ് ആൻഡ് ഹാഡ് ലഞ്ച് ദ. മുത്തശ്ശിനൊക്കെ വീട്ടിലോട്ട് പോയി ആൻഡ് ഹാഡ് ലഞ്ച് ദ. എന്താണ്, നൂണിൽ നമ്മൾ കഴിക്കുക എന്താണ്, ഉച്ചഭക്ഷണം അല്ലേ. ഞാൻ അവിടെ ഉച്ചഭക്ഷണം കഴിച്ചു. ലേറ്റർ ഗ്രാൻഡ് മാ ടോൾഡ് മീ മെനി സ്റ്റോറീസ്. അതിനുശേഷം അമ്മമ്മ കുറെ കഥകൾ പറഞ്ഞു തന്നു. വിച്ച് മെയ്ഡ് മീ വെരി ഹാപ്പി, അതെന്നെ സന്തോഷവാനാക്കി, ഇങ്ങനെ എഴുതാം കേട്ടോ. ദെൻ ഈവനിങ്ങിൽ നമുക്ക് എന്ത് എഴുതാം, ഗ്രാൻഡ് മാ പ്രിപ്പയർ ടീ ആൻഡ് സ്നാക്സ് ഫോർ us. എന്താണ്, ഗ്രാൻഡ് മാ ചായയും കടികളില്ലേ അത് ഉണ്ടാക്കി തന്നു. ലേറ്റർ വി വെന്റ് ടു ദ ബീച്ച് ആൻഡ് പ്ലേഡ് ദർ. അതായത് അതിനുശേഷം ഞങ്ങള് കടൽ തീരത്ത് പോയി കളിച്ചു എന്ന് എഴുതാം. ദെൻ നൈറ്റിൽ നമുക്ക് എന്താ എഴുതാം, വി റീച്ച് ഹോം ആഫ്റ്റർ ഹാവിംഗ് ഫുഡ് ഫ്രം ഔട്ട്സൈഡ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിലോട്ട് എത്തി എന്ന് എഴുതാം കേട്ടോ. ദെൻ ഐ സ്ലെപ്റ്റ് അറ്റ് 9 o'clock. രാത്രി 9 മണിക്ക് കിടന്നുറങ്ങി എന്ന് എഴുതാം കേട്ടോ. നമുക്കിനി ഇവിടെ വീക്ക് ഡേയ്സ് അതിനെ കുറിച്ചിട്ടൊരു പോയം കൊടുത്തിട്ടുണ്ട് കേട്ടോ. Days of the week, all 7 of them went to see the Kodakara Puram. Sunday in front with puffed up chest, meekly followed by all the rest. Monday bought many makeup things. Tuesday went for bangles and rings. Wednesday and Thursday walk a lot, munching on the tidbits they had bought. Friday wanted something to wear. Saturday went to buy some cool wear. As they walked merrily in the fairground, crackers burst with terrific sound. This gave the 7 friends such a scare. They climbed on a wall and stayed there. വീക്ക് ഡേയ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പോയാണ് അല്ലെ, ആഴ്ചയിലെ ദിവസങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പോയാണ്. ഒരു ആഴ്ചയിലെ എത്ര ദിവസങ്ങളുണ്ട്, ഹൗ മെനി ഡേയ്സ് ആർ ദോർ ഇൻ എ വീക്ക്. വീക്ക് എന്ന് പറഞ്ഞാൽ ആഴ്ച, എത്ര ദിവസമാണ്, 7 days ആണ് ഉള്ളത്. ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് സൺഡേ ആണ്. അതാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. എന്താണ്, സൺഡേ ഗമയില് നെഞ്ചും വിരിച്ച് ഫസ്റ്റ് നടന്നു പോവുകയാണല്ലേ, അത് ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. ഫസ്റ്റ് നടന്നു പോണു, ബാക്കി എല്ലാവരും സൺഡേനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെ കൊടകര പൂരം കാണാൻ വേണ്ടിയിട്ടാണ് പോണത് അല്ലേ. ഓരോരുത്തരും ഓരോരോ സാധനങ്ങൾ വാങ്ങുകയാണ്. എന്താണ്, മൺഡേ കുറെ മേക്കപ്പ് തിങ്സ് വാങ്ങണു, ട്യൂസ്ഡേ ബാംഗിൾസും റിങ്സും വാങ്ങണു, വളകളും മോതിരങ്ങളും വാങ്ങണു. വെനസ്ഡേയും തേഴ്സ്ഡേയും കുറേ ദൂരം നടന്നു അല്ലേ. എങ്ങനെയാ നടക്കുന്നത്, അവര് വാങ്ങിയ മധുര പലഹാരങ്ങളെല്ലാം കുറിച്ചുകൊണ്ട്. ഫ്രൈഡേ വാണ്ടഡ് സംതിങ് ടു വെയർ, അവർക്ക് ധരിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. സാറ്റർഡേ കൂൾ വെയർ വാങ്ങാൻ വേണ്ടി പോയി, അതായത് ഫാഷനബിൾ ഡ്രസ്സസ് കേട്ടോ. അങ്ങനെ ചുറ്റി അടിച്ച് നടക്കുന്ന സമയത്ത് എന്താണ്ടായി, പടക്കം പൊട്ടി. ക്രാക്കേഴ്സ് ബേഴ്സ് വിത്ത് ടെറിഫിക് സൗണ്ട്. എന്താണ്, ഭയാനകമായ ശബ്ദത്തില് എന്താണ് പടക്കങ്ങളെല്ലാം പൊട്ടി. ദിസ് ഗേവ് ദ 7 friends such a scare. ഇത് അവരെ പേടിപ്പെടുത്തി. എന്നിട്ട് എന്തുണ്ടായി, ദേ ക്ലൈംബ്ഡ് ഓൺ എ വാൾ ആൻഡ് സ്റ്റേഡ് ദേർ. അവരപ്പോൾ എന്താ ചെയ്തത്, അവര് ചുമരിലോട്ട് കയറിയിട്ട് അവിടെ ഇരിപ്പായി അല്ലേ. നമ്മുടെ കലണ്ടറിൽ ഡേയ്സിനെയൊക്കെ കാണുന്നില്ലേ, അതിങ്ങനെ ചാടി കയറി ഇരിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഒരു തമാശ രീതിയിലുള്ളൊരു പോയാണ് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.